ഒരു എഴുത്തുകാരൻ ഒരാടിനെ തൻ്റെ കുടുംബാംഗമായി കണ്ടു. ഒരു പൂച്ചയെ സ്നേഹിച്ചു. ജയിലിൽ കഴിഞ്ഞ അനുഭവങ്ങളെപ്പോലും മനോഹരമായ കഥകളാക്കി മാറ്റി. ആ മഹാനായ എഴുത്തുകാരൻ ആരാണെന്നറിയാമോ? അദ്ദേഹമാണ് മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ ജീവിതവും സന്ദേശവും ഓർത്ത് ഇന്ന് നമുക്ക് ബഷീർ ദിനം ആചരിക്കാം. UP ക്ലാസ്സുകളിലെ കൂട്ടുകാർക്കായിട്ടുള്ള മനോഹരമായ ബഷീർ ദിന പ്രസംഗമാണ് ഈ വീഡിയോയിൽ. ആദരണീയരായ പ്രധാന അധ്യാപകരെ, സ്നേഹനിധികളായ അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഒരു മനുഷ്യൻ്റെ മഹത്വം അവൻ്റെ സമ്പത്തിലല്ല, മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹത്തിലാണ്. ഈ മനോഹരമായ ചിന്തയോടെയാണ് ഞാൻ ഇന്നെൻ്റെ വാക്കുകൾ ആരംഭിക്കുന്നത്. ഇന്ന് നാം ഓർക്കുന്നത് മലയാള സാഹിത്യത്തിന് പുതിയൊരു ഭാഷയും പുതിയൊരു ഹൃദയവും സമ്മാനിച്ച മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്. കൂട്ടുകാരെ, ഒരു എഴുത്തുകാരൻ ലോകം ചുറ്റി സഞ്ചരിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ജയിലിൽ കഴിയുകയും പിന്നീട് ആ അനുഭവങ്ങളെ മനോഹരമായ കഥകളാക്കി മാറ്റുകയും ചെയ്താൽ എങ്ങനെയിരിക്കും? അതായിരുന്നു ബഷീറിൻ്റെ ജീവിതം. അദ്ദേഹത്തിനൊരു വലിയ സർവകലാശാലയായിരുന്നു. മനുഷ്യരെ കണ്ടും അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കിയും അദ്ദേഹം എഴുതിയ കഥകളാണ് ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകളിൽ രാജാക്കന്മാരില്ല, പകരം സാധാരണ മനുഷ്യരുണ്ട്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, കുട്ടികളുണ്ട്, സ്നേഹമുണ്ട്, നർമ്മമുണ്ട്, ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യമുണ്ട്. അതുകൊണ്ടാണ് ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്ന് മലയാളികൾ സ്നേഹത്തോടെ വിളിച്ചത്. ബഷീറിൻ്റെ ഓരോ രചനയും നമ്മെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു. സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, ചിരിക്കാൻ, പ്രതിസന്ധികളിൽ പോലും പ്രതീക്ഷ കൈവിടാതിരിക്കാൻ, പുസ്തകങ്ങളെ സ്നേഹിക്കാൻ. ഇന്നത്തെ ലോകത്ത് മൊബൈലും ഇൻ്റർനെറ്റും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന ശീലം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഒരു നല്ല പുസ്തകം നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബഷീറിൻ്റെ രചനകൾ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ വലിയ ഡോക്ടർമാരും അധ്യാപകരും ശാസ്ത്രജ്ഞരും ഉദ്യോഗസ്ഥരുമാകാം. പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് ഒരു നല്ല മനുഷ്യനാകുക എന്നത്. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ കഴിയുന്നവരാകണം. കരയുന്നവരെ ആശ്വസിപ്പിക്കാൻ കഴിയണം. പ്രകൃതിയെ സ്നേഹിക്കണം. മൃഗങ്ങളെയും പക്ഷികളെയും കരുതണം. സത്യസന്ധതയോടെ ജീവിക്കണം. അതാണ് ബഷീർ നമ്മെ പഠിപ്പിച്ച ജീവിത പാഠം. ഈ ബഷീർ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു പ്രതിജ്ഞയെടുക്കാം. ഞാൻ പുസ്തകങ്ങൾ വായിക്കും, എല്ലാവരെയും സ്നേഹിക്കും, സത്യം മാത്രം പറയും, പ്രകൃതിയെ സംരക്ഷിക്കും, നല്ല മനുഷ്യനായി വളരും. ഇതാണ് ബഷീറിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബഷീർ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.